ദിനേശ് ഏട്ടൻ ബ്രോക്കർ. എവിടെ? ഇവിടെ ദാസേട്ടൻ. ഓ ചൈന. ദിനേശാ. ദാസേട്ടാ, എന്തുണ്ട് ചൈനയിൽ വിശേഷങ്ങൾ? അടിപൊളി. ആഹാ, എന്തായി നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ? ഒരു രക്ഷയില്ലേട്ടാ, കുറവാണ്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഒളിച്ചോട്ടോടെ ഫാഷൻ. പിന്നെ കെട്ടാതെ നിൽക്കണ കുറെ ഉണ്ട് ഇവിടെ. അതിനൊക്കെ ഓരോരുത്തരും കൊന്നിട്ട് ജയിലിലും പോവും. ഒരു വല്ലാത്ത അവസ്ഥ. നിങ്ങളെപ്പോലെ വല്ല രാജ്യത്ത് ചുറ്റിക്കറങ്ങി നടന്നാ മതിയായിരുന്നു. ഒന്നും അറിയണ്ടല്ല, ഒറ്റത്തടി പരമസുഖം. നമ്മുടെ രാജേഷിന്റെ കാര്യം വല്ലതും നടക്കുവാ? ഒരുപാട് നോക്കുന്നുണ്ട് ചേട്ടാ, ഒന്നും കൊണ്ട് നോക്കണില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കേ, അല്ലെങ്കിൽ ചെറുക്കൻ ചിലപ്പോ റബറങ്ങാ പോലെ നിന്ന് പൊട്ടും. അതെ, മതി മതി വെച്ചോ. ആ ശരി ശരി, ഗുഡ് നൈറ്റ്. മതി വിളിച്ചത്, പറഞ്ഞ കാര്യം പറഞ്ഞു. പെൺകുട്ടിയുടെ തലക്കറിയാ? പെണ്ണിന്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം. കോട്ടെ. അനുപമ അനിഴം. അതെ. എൻ്റെ പൊന്നു ഷിബു ജോത്സരെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ചേരില്ല എന്ന് മാത്രം പറയരുത്. ജപ്തി ഒഴിവാക്കാനായിട്ട് കല്യാണോ? അല്ല, 5 ലക്ഷം സ്ത്രീധനം കിട്ടും, അതാ കവി ഉദ്ദേശിച്ചേ. അതാണല്ലേ സംഗതി. പെൺകുട്ടിക്ക് ചൊവ്വാദോഷം തന്നെയാ. പക്ഷെ ലഗ്നത്തിൽ 7-8 ഭാവത്തിലാണ്. തന്റെ ചൊവ്വയായിട്ട് ചേരില്ല എന്ന് മാത്രമല്ല, കെട്ടിയാൽ തന്റെ തലയും തെറിക്കും. വേറെ നോക്കുന്നതായിരിക്കും ഉത്തമം. ആ ഫോട്ടോ ഉണ്ടോ? പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട്? ശരി, ഒന്ന് നോക്കിയേ. ഈ ഫോട്ടോ ജോത്സ്യത്തിനാണോ? ഏയ്, വെറുതെ ഒന്ന് നോക്കാനാ. നല്ല രസമാണ്, കണ്ടോണ്ടിരിക്കാലോ. പറ്റില്ലേക്ക് പോണോ? ചേച്ചി, ആ മിച്ചർ കൂടെ കളഞ്ഞത്. എടാ രാജേഷ്, ഇത് കളയണാ? ഇതിരുന്നോളും. ഇരുന്നിട്ട് ഇപ്പൊ എപ്പോ വയ്ക്കാനാണ്? ഇനി പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ ലൈസൻസ് ഒക്കെ കിട്ടി വരുമ്പോൾ ഒരു സമയം എടുക്കും. ഇതാകുമ്പോ ഇവന്റെ പന്നി എങ്ങനെ നിന്നോളും. എന്നാലും ഇത് കളയണ്ട. കളയ ചേച്ചി. ഓടിയാന്നോ? അവളൊരു മദ്യവിരോധം. പരാതിക്കാർ വന്നേക്കണം. എന്താണ്? വയറിളക്കാനുള്ള ഉണ്ണിയപ്പം വാങ്ങാൻ വന്നായിരിക്കും അല്ലേ? അത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ, ക്ഷമിക്കണം. ചേട്ടാ, ക്ഷമിക്കണോന്ന്. ഒരാളുടെ കഞ്ഞിൽ മണ്ണ് വരച്ചിട്ട് ക്ഷമിക്കണോന്ന്. നല്ല കാമഡി. ഞാൻ പോണ്ട. ഓരോരോ വാണങ്ങളെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. മിസ്റ്റേക്ക്? എടീ, ഒരാളുടെ അന്നം മുടക്കാൻ സുഖ, അത് കൊടുക്കാനാ പാട്. ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് പോയി തരുമോ? പോ. ആ കൊച്ചിന് മാന്യത ഉള്ളോണ്ടാ അതിവിടെ വന്ന് നിന്നോട് മാപ്പ് പറഞ്ഞിട്ട് പോയത്. അതിനാ കൊച്ചിനെ ഇങ്ങനെ അപമാനിച്ചു വിട്ട് ഒട്ടും ശരിയായില്ല കേട്ടാ. ചേച്ചി എന്റെ സൈഡാണോ അവളുടെ സൈഡാണോ? ഞാൻ ന്യായത്തിന്റെ സൈഡാ. എന്തൊരുടായിപ്പുണ്ടല്ലോ. നിന്നെ ഞാനേ ശരിയാക്കി തരാട്ടാ. രാജേഷിനെ കാലത്തോട്ട് ഇവിടെ അങ്ങ് കാണുന്നില്ല. എവിടെയാണെന്ന് അറിയാൻ പാടില്ല കേട്ടാ. അനന്താ എന്താ? ആര്? പലിശക്ക് കാശ് മേടിച്ച അന്തസ്സായിട്ട് തിരിച്ചു കൊടുക്കണപ്പാ. ആ, നിനക്കും ബാധകമാണത്. ആ, ഞാൻ നാളെ തരുമല്ല. ഏത് നാളെ? എല്ലാ ദിവസവും നാളെ ഉണ്ടല്ലോ. ഇതെവിടെ എന്റെ പൈസ? നാളെ തരാ. ഇതിപ്പോ ഒരാഴ്ചയായിട്ട് നാളെ നാളെ എന്നല്ലേ നീ പറയണത്?
ഞാനിതാ ഇങ്ങോട്ട് താമസം മാറണോ? വേണ്ട, നാളെ ഉറപ്പായിട്ട് തരും. ഉം. ആ. ഓടരുത്, ഓടാൻ വയ്യ. കാശ് കടം ചോദിക്കരുത്, 10 പൈസ എൻ്റെ കയ്യിലില്ല. അല്ല അതിനല്ല, പിന്നെ? ഡ്രൈവിംഗ് പഠിക്കാൻ. എന്ത് കാറാ? ആ അല്ല, ബൈക്ക്. ബൈക്കാ? ആ. ബാ പഠിപ്പിക്കാല്ല. ഞാൻ ഈ ഫുഡിയുടെ പരിപാടി ഒന്ന് സെറ്റ് ആക്കി. അതിനാണ് എടുക്കുമ്പോ 2 എടുക്ക്, അപ്പൊ ഒറ്റ മെനക്കേടി പരിപാടി കഴിയും. കാശില്ലാ പോണു. വേണ്ട, തൽക്കാലം 2 മാത്രം മതി. ശരി. അതെ, ഈ ടീച്ചർ എവിടെയാ? ഇതാ അവിടെ ഉണ്ട്. ആ. ഇവളാ. കേറിക്കോ. ക്ലച്ച് പയ്യെ വിടണേ. അതെ, നേരെ. ഹലോ, എന്തേ? ഗ്രൗണ്ടിലോട്ട് വരാൻ പറഞ്ഞു. ഓ, താനാണല്ലേ ആശാൻ പറഞ്ഞ പുതിയ സ്റ്റുഡന്റ്. മര്യാദക്ക്. ഹലോ, വണ്ടി ഓടിക്കാൻ അറിയോ? വണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ ഇങ്ങോട്ട് വരുമോ? നേരെ നേരെ. ഇത് ഒഴിഞ്ഞു പോണം. 4 വീലറിന് പോകേണ്ടവരൊക്കെ പൊക്കോട്ടാ. അപ്പൊ ഞാനാ? താ ഇവിടെ നിക്ക്. ക്ലച്ച് ഓഫ് ചെയ്യ്. ഇറങ്ങിക്കോ. ഇത് ക്ലച്ച്, ഗിയർ, ആക്സിലറേറ്റർ, ഇവിടെ ബ്രേക്ക്. ഇതൊക്കെ എനിക്കറിയാം. എന്നാലും പറയും, ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഓ, പിടിച്ചോ. മാറി. അല്ല, എങ്ങോട്ടാ? വണ്ടി ഓടിക്ക. ആദ്യം തള്ളി പഠിക്ക്. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. ഞാനാ ടീച്ചർ, ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. എന്നാ പിടിച്ചോ, തള്ളിക്കോ. ഒറ്റയ്ക്കോ? തള്ളടോ. നല്ലോണം തള്ളു. നല്ലോണം തള്ളങ്ങോട്. രാജേഷേ, എടാ വന്നേ. എന്താണ്? പറയാം. എന്താണ്? വാ തുറന്ന് കാര്യം പറയൂ. മിണ്ടാതിരിക്കും. ഉഷേച്ചി, എന്താ പറ്റിയേ? പറയാം വാ. ഒന്ന് മാറിക്കണ ഇതായത് ഗുണ്ടായിസോ. വരാന്തയിലെ ലാമ നമുക്ക് വീണ് മാറിപ്പോയാ. രാജേഷ് രാജേഷ് എന്ന് പറഞ്ഞു, പിന്നെ ഫ്രം ചൈന എന്നും പറഞ്ഞു. ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോ പിന്നെ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലായില്ല. ചേച്ചി എന്താ ചോദിച്ചത്? യാര് എതുക്ക് വന്നേ, എപ്പടി വന്നേ, അപ്പടിയെല്ലാം കേട്ടാച്ച്. തമിഴ് പറഞ്ഞാൽ അവർക്ക് വല്ലതും മനസ്സിലാവൂടി? എനിക്കറിയാവുന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ബിഞ്ചേട്ടാ, ചോദിക്കാം. ആ, ആരാ? യു ആരാ? Rajesh? രാജേഷ്. Hi, I am Seng Chong from China. എന്താ ഇവിടെ? വാട്ട്? I'm your Kochi-chan's friend from China. കൊച്ചച്ഛൻ ഫ്രണ്ട്? Yes. കൊച്ചച്ഛന്റെ കൂട്ടുകാരിയാണ്. കൊച്ചച്ഛൻ്റെ കൂട്ടുകാരിയാ, ചൈനയിൽ നിന്ന് വന്നാ. കൊച്ചച്ഛൻ എവിടെ? നാട്ടുകാർ കണ്ടി വിടാൻ പറയടി. അമ്മ പുടി വിടുക. നിങ്ങളെ ഞാൻ കാണിക്കാം. ഇങ്ങോട്ട് കേറി മരിക്കാം. രാമേ, പേര് പറയാൻ എന്തിനാ കറിയുന്ന? എന്താന്ന് വെച്ചാൽ ചോദിക്കണേ എന്താ പറ്റിയെന്ന്. അല്ല, നീ എന്തിനാ കാണിച്ചോ? ഇല്ല. അതിന് മുമ്പ് കരച്ചിൽ തുടങ്ങിയ ചൈനയിൽ നിന്ന് കൊച്ചത്തിന് അച്ചാർ കൊടുത്തു വിട്ടാ. ഇത്രയും കൂടെ കരഞ്ഞതിനെത്തിനാ? എന്ത് പറ്റി? വാട്ട് പറ്റി? It was a cardiac arrest. He's dead. കൊച്ചച്ഛൻ മരിച്ചാ?
കൊച്ചിച്ച് മരിച്ചു പോയി.